ഹായ് ഫ്രണ്ട്സ്. സോ ഇത് 2023 നടന്ന ഫയർമാൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷൻ ആണ്. സോ പാർട്ട് 1 നമ്മൾ ഓൾറെഡി ചെയ്താണ് കേട്ടോ. പാർട്ട് 1 1 മുതൽ 10 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ 11 മുതൽ 20 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടതും കണക്റ്റഡ് ആയിട്ട് ഉള്ള ഫാക്ട്സുകളും ഒന്നിച്ചിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ സ്ലൈഡിൽ ഞാൻ ഉൾപ്പെടുത്തുകയോട് ചെയ്തിട്ടുണ്ട്. മുമ്പ് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു, ഞാൻ എഴുതിയിട്ട് പോകാറാണ് ചെയ്യാറ്. അപ്പോൾ ഇത് സ്ലൈഡിൽ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കി എഴുതിയെടുക്കാനൊക്കെ എന്തായിരിക്കും കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പോൾ 11 മുതൽ 20 വരെയാണ് കേട്ടോ ഈ ഒരു പാർട്ടിൽ ചെയ്യുന്നത്. ഇത് രണ്ടാമത്തെ പാർട്ടാണ്. അപ്പോൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് വേണമെങ്കിൽ ടെലഗ്രാം ചാനലുണ്ട്, അവിടെ നിന്ന് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തിട്ട് നോക്കാം. ഇനി അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് നോക്കുന്നത്. അപ്പോൾ 11ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സോ ഏതാ വരിക? നോർവെസ്റ്റർ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരിക. അപ്പൊ ഇതിൽ തന്നിരിക്കുന്ന ഒക്കെ ഇപ്പൊ ലൂ ആണെങ്കിലും മാംഗോ ഷവർ ആണെങ്കിലും ബ്ലോസ് ഷവർ ആണെങ്കിലും ഒക്കെ എന്താണ് മുമ്പ് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്, ചോദിക്കാറുണ്ട്, ഇടയ്ക്കൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് കൂടിയാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ അടുത്ത നോക്കാൻ പോകുന്നത്. അപ്പൊ അതിൽ ഫസ്റ്റ് നോക്കേണ്ടത് ഒന്ന് മാംഗോ ഷവർ. മാംഗോ ഷവർ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. മാംഗോ ഷവറിൽ എന്താണ് ഓർമ്മിക്കേണ്ടത്? ഇപ്പൊ മാംഗോ ഷവർ വരുന്നത് വേനലിന്റെ അവസാന കാലത്ത് കേരളത്തിലും കർണാടക തീരത്തും മൺസൂണിന്റെ മുമ്പേ രൂപപ്പെടുന്ന വേനൽ മഴയാണ് എന്ത് ഈ മാംഗോ ഷവർ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് മാംഗോ ഷവർ എന്ന് പേര് വരാൻ ഒരു കാരണമുണ്ട്. എന്താ? മാമ്പഴ നേരത്തെ പഴുത്ത് പാകാൻ സഹായമാകുന്നതിനാലാണ് ഇതിനെന്ത് പറയുന്നത്, മാംഗോ ഷവർ എന്നുള്ള ഒരു പേര് ഇതിന് വരാനുള്ള കാരണം. അപ്പോൾ പ്രാദേശിക കാറ്റ് ആണ് ഇത്. അപ്പൊ ഇതിൽ ഓർത്തോക്കേണ്ട കാര്യം, നിങ്ങൾ മാംഗോ ഷവർ എപ്പോഴാണെന്നുള്ളത് ഓർത്തോക്കണം. എപ്പോഴാണ്? കേരളത്തില് കർണാടകത്തിലും മൺസൂണിന്റെ മുമ്പ് വേനൽ നാളുകളിലാണ് എന്ത് ചെയ്യുന്നത്, മാംഗോ ഷവർ ഉള്ളത്. ഇനി ബ്ലോസം ഷവർ അല്ലെങ്കിൽ ചെറി ബ്ലോസം രണ്ട് സെയിം ആണ് കേട്ടോ. അതും കേരളത്തിലും കർണാടകത്തിലും വരുന്ന കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനമായ ഒരു ഉഷ്ണക്കാറ്റാണ് ഇത് ബ്ലോസം ഷവർ അല്ലെങ്കിൽ ചെറി ബ്ലോസം എന്നുള്ളത്. അപ്പൊ അത് ഓർത്തോക്കണം. ഇനി ലാസ്റ്റിലത്തത് ലൂവും വെരി ഇമ്പോർട്ടന്റ് ആണ്. ലൂ ആണ് എന്ത് ഉഷ്ണകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ മെയ് ജൂൺ മാസങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം വീശുന്ന എന്താണ് ഉഷ്ണക്കാറ്റാണ് ഈ ലൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തോക്കേണ്ട പോയിന്റ് ഇതാണ്. വേനൽക്കാലങ്ങളിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ വീശുന്ന ഉഷ്ണക്കാറ്റ് അറിയപ്പെടുന്ന പേരെന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് ലൂ ആണ്. അപ്പോൾ അത് മറന്നു പോകണ്ട. ഇനി അത് എവിടെയൊക്കെയാണ് മെയിനായിട്ട് വരുന്നത് എന്നുള്ളതാണ് അടുത്ത ഇതിൽ പറയുന്നത്. മെയിനായിട്ട് എവിടെയാ? രാജസ്ഥാൻ മരുഭൂമിയും ഉത്തർപ്രദേശിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിലാണ് മെയിനായിട്ട് ഈ ലൂ വീശുന്നത്, ലൂ കാറ്റ്. ഇനി അടുത്തത് ഒരു മിനിറ്റ്, ഇതിൽ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഇനി അടുത്തതാണ് ഏത്? നമ്മുടെ നോർവെസ്റ്റർ ഒന്ന് നന്നായിട്ട് തന്നെ ഓർത്ത് നോക്കണം. കാരണം എന്താ? നോർവെസ്റ്റർ ബംഗാളിലും ആസാമിലും വൈകുന്നേരങ്ങളിൽ രൂപപ്പെടുന്ന ശക്തമായ ഇടിമിന്നലോട് കൂടിയ കാറ്റും മഴയാണ് എന്ത് വിളിക്കുന്നത്, ഈ നോർവെസ്റ്റർ എന്ന് വിളിക്കുന്നത്. അപ്പൊ ബംഗാളും ആസാമും നന്നായിട്ട് തന്നെ ഓർത്ത് നോക്കണം. ഇതിന് വേറൊരു പേരുകൂടി ഉണ്ട്, എന്ത്? കൽ ബൈശാഖി എന്നുള്ള പേരുകൂടി ഉണ്ട്. അതായത് വൈശാഖ മാസത്തിൽ സംഭവിക്കുന്ന പ്രകൃതിക്ഷോഭം എന്ന അർത്ഥം വരുന്ന കൽ ബൈശാഖി കേട്ടോ, അത് ഓർത്തോക്കണേ. കൽ ബൈശാഖി എന്ന് ചോദിക്കാറുണ്ട്. കൽ ബൈശാഖിയാണ് ഈ നോർവെസ്റ്റർ. അപ്പോൾ അത് ബംഗാളിൽ അറിയപ്പെടുന്ന പേരാണ് കൽ ബൈശാഖി എന്നുള്ളത്. അപ്പൊ ബംഗാളിൽ പൊതുവെ ഈ നോർവെസ്റ്റർ അറിയപ്പെടുന്നത് കൽ ബൈശാഖി എന്നാട്ടോ. അപ്പൊ അതും കൂടി ഓർത്തോക്കാം. അതാണ് ഇതില് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ 4 മഴ, പ്രാദേശികമായി പെയ്യുന്ന മഴ, അല്ലെങ്കിൽ മഴയാണെങ്കിൽ കാറ്റാണെങ്കിലും പ്രാദേശികമായിട്ടുള്ള കാറ്റാണ് കേട്ടോ. കാറ്റിന്റെ ഒപ്പം ചിലപ്പോൾ എന്ത് ചെയ്യും, മഴയായിട്ട് പെയ്യാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത്. കർണാടകത്തിൽ കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രയോജനമായ ഉഷ്ണക്കാറ്റെന്ന് നിങ്ങൾ കാണാം. അപ്പൊ നിങ്ങൾ കാറ്റാണോ മഴയാണോ? കാറ്റിന്റെ ഒപ്പം ചില സമയങ്ങളിൽ എന്ത് ചെയ്യാറുണ്ട്, മഴയായിട്ട് പെയ്യാറുണ്ട്. അത് നോർവെസ്റ്റേൺ കേസിൽ നിങ്ങളിപ്പോൾ കണ്ടല്ലോ. അപ്പൊ അതേപോലെ എന്ത് ചെയ്യാറുണ്ട്, ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ ഓർത്തോക്കാൻ ഇമ്പോർട്ടന്റ് ആണ്. ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. അടുത്ത ക്വസ്റ്റ്യനിൽ എന്താ? ഇന്ത്യയിൽ ആദ്യമായിട്ട് മെട്രോ സർവീസ് ആരംഭിച്ച നഗരം. ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ സർവീസ് ആരംഭിച്ച നഗരം ഏതാ? അത് കൊൽക്കത്തയാണ്. ഓക്കെ, മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ ആദ്യത്തെ മെട്രോ ആണെങ്കിലും ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ ആണെങ്കിലും എവിടെ തന്നെയാണ്? ഈ കൊൽക്കത്തയിൽ തന്നെയാണ്. അണ്ടർ വാട്ടർ മെട്രോ വരുന്നത് ഹൂഗ്ലി നദിയിലാണ്. കൊൽക്കത്തയിലെ ഹൂഗ്ലി നദിയിലാണ് എന്ത് വരുന്നത്, ഈ അണ്ടർ വാട്ടർ മെട്രോ വരുന്നത്. ഇനി അടുത്തത് കേട്ടോ, ഡൽഹി മെട്രോ ആണ് ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ എന്ന് വിളിക്കുന്നത്. അവിടെ ലോകത്തിലെ തന്നെ ആദ്യത്തെ ആയതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മൾ ഓർത്തോക്കണം. ലോകത്തിലെ ആദ്യത്തെ ഹരിത മെട്രോ ആണ് ഏത്? ഈ ഡൽഹി. ഇനി ഡൽഹിയിലെ ഒരു പ്രത്യേകത എന്താ? മെട്രോകളിലും ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര പ്രഖ്യാപിച്ചത് ഏത് എന്താണ് യൂണിയൻ ടെറിട്ടറി അല്ലെങ്കിൽ സംസ്ഥാനമാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ഡൽഹിയാണ് കേട്ടോ. ഡൽഹി ഓർത്തോക്കണേ. ഇനി നമുക്ക്
ഇതും കൂടി പറഞ്ഞിട്ട് കൊച്ചി മെട്രോയിലേക്ക് പോവാം. ഏത് പൂർണ്ണമായും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് ഇത് മോവിയ. മോവിയം കൂടി ഒന്ന് ഓർത്തോക്കണം. മോവിയ എന്താണ്? പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ മെട്രോ ട്രെയിനാണ് മോവിയ. ഇനി നമുക്ക് കൊച്ചി മെട്രോ. കൊച്ചി മെട്രോ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം കൊച്ചി മെട്രോ നമ്മുടെ സംസ്ഥാനത്തുള്ളത് കൊണ്ട് തന്നെ കൊച്ചി മെട്രോയെ പറ്റി ചോദിക്കാറുണ്ട്. കൊച്ചി മെട്രോയെ പറ്റി ഏറ്റവും ഫസ്റ്റ് ഓർത്തുക്കേണ്ട കാര്യം, കൊച്ചി മെട്രോ നിലവിൽ വന്നത് 2017 ജൂൺ 15 എന്ത് ചെയ്യുന്നത്? കേരളത്തിൽ ആദ്യത്തെ മെട്രോ ആയിട്ട് കൊച്ചി മെട്രോ വരുന്നത്. അപ്പൊ ഇന്ത്യയിലെ എത്രാമത്തെ മെട്രോ ആയി കൊച്ചി മെട്രോ? ഇന്ത്യയിലെ 8ാമത്തെ മെട്രോ ആണ് കേട്ടോ. 8th മെട്രോ ആണ് കൊച്ചി മെട്രോ വരുന്നത്. ഇനി ജലഗതാഗത സംവിധാനമായി മെട്രോ ആയിട്ട് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ആണ് ഇത് കൊച്ചി മെട്രോ. ഇത് കൊച്ചി മെട്രോനെ പറ്റിയുള്ള സ്ലൈഡാണ്. ജലഗതാഗത സംവിധാനത്തെ മെട്രോയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ മെട്രോ ആണ് ഇത് ഈ കൊച്ചി മെട്രോ എന്ന് വിളിക്കുന്നത്. ഇനി ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് മൾട്ടി മോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം, അത് ഈ കൊച്ചി മെട്രോ ആണ് ഇന്ത്യയിൽ. കാരണം ഈ കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് എന്ത് ചെയ്യണം? ഓർത്ത് നോക്കണം. കാരണം നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്ന കാര്യമാണ്, അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യ ഇന്റഗ്രേറ്റഡ് മൾട്ടി മോഡ് ട്രാൻസ്പോർട്ട് സിസ്റ്റം നടപ്പാക്കിയത് എവിടെയാണ്? ഈ കൊച്ചി മെട്രോയിലാണ്. ഇനി ഇന്ത്യയിൽ ആദ്യമായിട്ട് ഭിന്നലിംഗക്കാർക്ക് നിയമനം നൽകിയ സർക്കാർ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണ് ഇത് ഈ കൊച്ചി മെട്രോ എന്നുള്ളത്. അപ്പൊ ആ കാര്യങ്ങൾ കൂടി എന്ത് ചെയ്യണം? കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് ഓർത്തോക്കണം. ഈ കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ വിചാരിക്കും, അപ്പോൾ നമുക്ക് ഈ ശ്രീധരന്റെ മേനോട്ട് പഠിക്കണ്ടേ? ഈ ശ്രീധരന്റെ മേനോന് പഠിക്കണം. കൊച്ചി മെട്രോ ആയിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഓർത്തോക്കേണ്ട ഒരു ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റി എന്നാണ് ഈ ശ്രീധരൻ, മെട്രോ മാൻ എന്നറിയപ്പെടുന്ന വ്യക്തി. അപ്പൊ ഡൽഹി മെട്രോയുടെ ചെയർമാനായിട്ട് പ്രവർത്തിച്ച മലയാളി കൂടിയാണ് ആര്? ഈ ശ്രീധരൻ. കൊച്ചി മെട്രോയുടെ മുഖ്യ ഉപദേഷ്ടാവായിരുന്നു. കൊങ്കൺ റെയിൽവേയുടെ മുഖ്യ ശില്പിയാണ്. മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നുണ്ട്. കൊങ്കൺ റെയിൽവേയുടെ ആദ്യ ചെയർമാനാണ്. അപ്പൊ എല്ലാം ഒന്നും പഠിക്കണ്ട. അപ്പോൾ ഇതിൽ ഓർത്തൊക്കെണ്ട ഒന്ന് കൊച്ചി മെട്രോയുടെ പദ്ധതിയുടെ മുഖ്യ ഉപദേഷ്ടാവ് എന്നുള്ളതും പിന്നെന്താണ് മെട്രോ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന ഒക്കെ എന്താണ്? ഈ ശ്രീധരനാണ്. അദ്ദേഹത്തെ എന്ത് ചെയ്യണം? ഒന്ന് എന്തായാലും ഓർത്തോക്കണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം അത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഈ ശ്രീധരൻ മുമ്പ് ഒരിക്കലും വന്നിട്ടുണ്ട് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത്. ഉപഭോക്താവിന്റെ സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ. ബജറ്റ് ലൈനും നിസ്സംഗതാ വക്രവും കൂട്ടിമുട്ടുന്ന ബിന്ദുവിലാണ്. +2 എക്കണോമിക്സ് 2ാമത്തെ ചാപ്റ്ററിൽ വരുന്ന ടോപ്പിക്കാണ് ഇത്. ഇത് നമ്മൾ എന്താണ് ഇതിലുള്ള പറയണമെങ്കിൽ നന്നായിട്ട് തിയറി നമ്മൾ പഠിക്കണം. ഈ നിസ്സംഗത വക്രവും അതേപോലെ എന്താണ് ചോദന വക്രവും ഒക്കെ പറയണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ച് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? +2 എക്കണോമിക്സ് ബുക്സ് എടുക്കുക. +2 എക്കണോമിക്സ് ബുക്സ് എടുത്താൽ അതിൽ ചാപ്റ്റർ 2ലാണ് ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൽ പറയുന്നുണ്ട്. അപ്പൊ അത് എക്കണോമിക്സിൽ നമുക്കറിയാം, കുറച്ച് ഡീപ്പായിട്ട് ഈ ഫയർമാനൊക്കെ ചോദിച്ചിട്ടുണ്ട് ചില ക്വസ്റ്റ്യൻസ് ഒക്കെ. അപ്പൊ അത് അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? അതിലേക്ക് തന്നെ പോകണം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ആസ്തികളിൽ ഏറ്റവും ലിക്വിഡ് ആയ രൂപം. നമ്മൾ ലിക്വിഡ് മണി എന്നൊക്കെ പറയാറില്ലേ? ലിക്വിഡ് മണി എന്നുള്ള ആ അർത്ഥത്തിൽ തന്നെ ഓർത്ത് വെച്ചാൽ ആസ്തികളിലും ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള രൂപമാണ് ഇത് പണം എന്നുള്ളത്. അതും അങ്ങനെ തന്നെ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. ഇനി ഒരു വ്യക്തിയുടെ വരുമാനം ഇതിൽ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഒരു വ്യക്തിയുടെ വരുമാനം 0 ആവാം, ഒരു വ്യക്തിയുടെ വരുമാനം നെഗറ്റീവ് ആവാം, അതേപോലെ ഒരു വ്യക്തിയുടെ വരുമാനം എന്ന് പറയുന്നത് എന്താവാം? പോസിറ്റീവ് ആവാം. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഇവയെല്ലാം വരും. ഇവയെല്ലാമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണ്? ഡയറക്റ്റ് ഡിമാൻഡ് ആണോ, ഡിറൈവ്ഡ് ഡിമാൻഡ് ആണോ, ഡിമാൻഡ് ആണോ, ഇവയെല്ലാം ആണോ എന്നാണ് ചോദിക്കുന്നത്. ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ്. അപ്പൊ ഇതിന്റെ ആൻസർ വരിക ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ഓക്കെ, ഈ ഡയറക്റ്റ് ഡിമാൻഡും ഡിറൈവ്ഡ് ഡിമാൻഡും എന്താണെന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്നത് കേട്ടോ. അത് ഇവിടെ നിങ്ങൾക്ക് ഒരു സ്ലൈഡിൽ ഇവിടെ കാണാൻ പറ്റും. ഈ ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താ അറിയോ? ഡിമാൻഡ് ഫോർ എ ഫൈനൽ ഗുഡ്. അതായത് നമുക്കിപ്പോ ഒരു ക്ലോത്ത് വാങ്ങിക്കാൻ പോവാണ്. അപ്പൊ ആ ക്ലോത്ത് ഫൈനൽ ഗുഡ് ആണ് അല്ലെ, അതിന് ഉപയോഗിച്ചാൽ മാത്രം മതി. അപ്പൊ അങ്ങനെ ഫൈനൽ ഗുഡിന് വേണ്ടിയുള്ള ഡിമാൻഡിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡയറക്റ്റ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓട്ടോണമസ് ഡിമാൻഡ് എന്നൊക്കെ വിളിക്കും. അത് വേറെ പ്രൊഡക്റ്റിന് എന്ത് ചെയ്യുന്നില്ല? വേറെ പ്രൊഡക്റ്റിന് ഇപ്പൊ ഒരു ഫോൺ വാങ്ങുന്ന ഡിമാൻഡും ഈ ക്ലോത്ത് വാങ്ങുന്ന ഡിമാൻഡും എന്താണ്? ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുകയാണ്. ഇനി ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയാം നമുക്ക്? ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് വെച്ചാൽ ഡിമാൻഡ് ഫോർ ദ പ്രൊഡക്റ്റ് ദാറ്റ് കംസ് ഫ്രം ദ യൂസേജ് ഓഫ് അതേഴ്സ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അപ്പൊ നമുക്ക് പെൻസില് ഡിമാൻഡ് നോക്കണം. ഇപ്പൊ പെൻസിലിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടുന്ന ഡിമാൻഡുകൾ എന്തിനാണെന്നറിയോ? പെൻസിൽ നന്നായിട്ട് വിട്ടുപോകുമ്പോൾ എന്ത് ചെയ്യും? അത് പെൻസിൽ ഉണ്ടാക്കാൻ വേണ്ട വുഡ്, അതായത് മരം അല്ലെ, ഗ്രാഫൈറ്റ്, അതിന്റെ പെയിന്റ്, ഇറേസർ മെറ്റീരിയൽ, ഇതിനൊക്കെ ഉള്ള ഡിമാൻഡ് എന്ത് ചെയ്യും? അവിടെ കൂടും. അതുകൊണ്ട് ഈ പെൻസിലിന്റെ ഡിമാൻഡിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഡിമാൻഡ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നിൽക്കുന്നത്. അതുകൊണ്ടാണ് അതിന് എന്ത് പറയുന്നത്? ഡിറൈവ്ഡ് ഡിമാൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ആ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ 16ാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് ഏതാണെന്നാണ് ചോദിക്കുന്നത്. അത് ഏതാണ്? ഉൽപാദന ഘടകങ്ങളുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ഡിമാൻഡ് ആണ്. ഇനി അടുത്തത്, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ ഏതാണെന്നാണ് ചോദിക്കുന്നത്. ഏതാ പലിശ? ഇമ്പോർട്ടന്റ് ആണ്. എക്കണോമിക്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓപ്ഷൻ എ ആണ് ബാങ്ക് നിരക്ക്.
ബാങ്ക് നിരക്കാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്ന്, ഇതിൽ കുറെ നിരക്കുകളുണ്ട്. ഒന്ന് ബാങ്ക് നിരക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാനുള്ളതാണ്, മെയിനായിട്ട് പഠിക്കാനുള്ളതാണ് ഏത്, ഇതിലെ ഓർഡർ ആയിട്ട് പറയാട്ടോ. ഞാൻ ഓരോന്നോരോന്നായിട്ട് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ് 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. ബാങ്ക് റേറ്റ് ആയിരുന്നു ഞാൻ അവിടെ ഉദ്ദേശിച്ചത്. ഒന്ന് റിപ്പോ റേറ്റ്. റിപ്പോ റേറ്റ് ആണ് ഇതിൽ ആദ്യം ഒന്ന് ഓർത്തോക്കേണ്ട ഒരു കാര്യം. അപ്പൊ റിപ്പോ റേറ്റിനെ പറ്റി ഫസ്റ്റ് എന്ന് പറയാം. റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താ, അപ്പൊ ഫണ്ടുകളുടെ അപര്യാപ്തത വരുമ്പോൾ കേന്ദ്ര ബാങ്ക് എന്ത് ചെയ്യും, ഹ്രസ്വകാലത്തേക്ക് വാണിജ്യ ബാങ്കുകൾക്ക് ഈഡിന്റെ അടിസ്ഥാനത്തിൽ, അതായത് ഈഡ് വെച്ചിട്ട് എന്ത് ചെയ്യും, ഫണ്ട് പലിശക്ക് നൽകും. അതിനെയാണ് റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ റിപ്പോ റേറ്റിൽ ഓർത്തൊക്കെ എന്താണ്, ഫണ്ടിന്റെ അപര്യാപ്തത വരുമ്പോൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത്, ഈ വാണിജ്യ ബാങ്കുകൾക്ക് ഈ RBI എന്ത് കൊടുക്കുന്നത്, പലിശ കൊടുക്കുന്നത്. അത് ഈഡിന്റെ പുറത്താണ്. അപ്പൊ റിപ്പോ റേറ്റ് എന്ന് പറയുന്നത് ബാങ്ക് റേറ്റിനേക്കാൾ താഴ്ന്നിട്ടായിരിക്കും, പിന്നെന്താണ് റിവേഴ്സ് റിപ്പോ റേറ്റിനേക്കാൾ ഉയർന്നിട്ടുമായിരിക്കും നിലനിൽക്കും. അതും ഒന്ന് ഓർത്തോക്കണേ. ആ പോയിന്റ് എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഇതില് അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് റിപ്പോ റേറ്റ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പഠിക്കേണ്ട റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ്. റിവേഴ്സ് റിപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താ, രാജ്യത്തെ പണപ്പെരുപ്പ് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട്, അതായത് രാജ്യത്തെ കേന്ദ്ര ഭാഗം, അതായത് RBI എന്ത് ചെയ്യും, നിശ്ചിത പലിശ നിരക്കിൽ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് കടം സ്വീകരിക്കുന്ന രീതിയാണിത് റിവേഴ്സ് റിപ്പോ റേറ്റ്. ഓക്കെ, അപ്പോൾ അത് വേറെ രീതിയിലായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. അങ്ങനെ റിസർവ് ബാങ്ക് രാജ്യത്തിനുള്ളിലെ വാണിജ്യ ബാങ്കുകളിൽ നിന്നും വാങ്ങുന്ന കടങ്ങൾക്ക് നൽകുന്ന പലിശ എന്ത് പേരിലാണ്, റിവേഴ്സ് റിപ്പോ റേറ്റ് ആണ് അതിനെ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞെന്തായിരുന്നു, ബാങ്കുകളല്ല, കേന്ദ്ര ബാങ്ക് വാണിജ്യ ബാങ്കുകൾക്ക് വായ്പ നൽകുമ്പോൾ ഈടാക്കുന്ന പലിശ അത് ബാങ്ക് നിരക്കായിരുന്നു. അത് നേരെ തിരിച്ചാണ് കൊടുക്കുന്നതെങ്കിലോ അതെന്തായിട്ട് മാറും, ഈ റിവേഴ്സ് റിപ്പോ റേറ്റ് ആയിട്ട് മാറും. റിപ്പോ റേറ്റ് മറന്നുകൊണ്ട് അത് ഹ്രസ്വകാലത്തേക്ക് ഈഡിന്റെ അടിസ്ഥാനത്ത് കൊടുക്കുന്നതാണ് റിപ്പോ റേറ്റ്. അത് ആ ടൈമിൽ തന്നെ വരണം. അപ്പൊ റിവേഴ്സ് റിപ്പോ റേറ്റും കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് ഈ ഓപ്ഷനിൽ ഒരു കാര്യം കൂടി കാണാം, CRR. എന്താ, ക്യാഷ് റിസർവ് റേഷ്യോ കേട്ടോ. വാണിജ്യ ബാങ്കുകൾക്ക് തങ്ങളുടെ മുഴുവൻ ഡെപ്പോസിറ്റിന്റെ ഒരു നിശ്ചിത ശതമാനം എന്ത് ചെയ്യുന്നുണ്ട്, റിസർവ് ബാങ്കിൽ കരുതൽ ധനമായിട്ട് വെക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കരുതൽ ധനാനുപാതത്തിനാണ് എന്ത് വിളിക്കുന്നത്, ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. ഓട്ടെ, അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടേം ആണ്. ക്യാഷ് റിസർവ് റേഷ്യോ കൂടി എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം. ഇത് കൂടാതെ കുറച്ച് ടേം കൂടി ഉണ്ടോ, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ട്, SLR എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ടേംസ് കൂടി ഉണ്ട്. എന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ടേംസ് ആണ് ഇതൊക്കെ എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ ഓർത്ത് വെക്കണം. അപ്പൊ ബാങ്ക് റേറ്റ് മറന്നുകൊണ്ടേ, ബാങ്ക് റേറ്റും ഇമ്പോർട്ടന്റ് ആണ്. ബാങ്ക് റേറ്റ് ക്വസ്റ്റ്യനിൽ വന്നുകൊണ്ടാണ് എന്ത് ചെയ്തത് അവിടെ പറയാതിരുന്നത്. ഇപ്പൊ ബാങ്ക് റേറ്റ്, റിപ്പോ റേറ്റ്, റിവേഴ്സ് റിപ്പോ റേറ്റ്, CRR, അതായത് ക്യാഷ് റിസർവ് റേഷ്യോ, കരുതൽ ധനാനുപാതം എന്ന് പറയും. അതും എന്ത് ചെയ്യണ്ട, മറന്നുകൊണ്ട്. ഇനി 18ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ എന്താണ് ഒഴിവായി പോകുന്നതെന്നാണ്. ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്നത് വീട്ടമ്മമാരുടെ സേവനമാണ് കേട്ടോ. വീട്ടമ്മമാരുടെ സേവനം ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇന്ത്യൻ ദേശീയ വരുമാനത്തിൽ കൂട്ടുന്നില്ല. അപ്പൊ അതൊന്ന് ഓർത്ത് നോക്കണം. ഈ വരുമാനം കണക്കാക്കുന്ന രീതികൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഓക്കെ, ദേശീയ വരുമാനം കണക്കാക്കുന്ന 3 രീതികളാണ്. ആ 3 രീതികൾ നിങ്ങൾ ഓർത്ത് നോക്കണം. എന്നാ, ഒന്ന് ഉൽപാദന രീതി, രണ്ടാമത്തതോ വരുമാന രീതി, മൂന്നാമത്തത് ചെലവ് രീതി. മറന്നു വരില്ല. അപ്പൊ ചിലപ്പോൾ എങ്ങനെ ചോദിക്കും, ദേശീയ വരുമാനം കണക്കാക്കുന്ന രീതികളിൽ പെടാത്ത എന്താണെന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. അങ്ങനെ ചോദിച്ചാൽ കിട്ടാതെ പോയത്. ഇനി ദേശീയ വരുമാനം, പ്രതിശീർഷ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്, ദാദാഭായ് നവറോജിയാണ്. ദേശീയ വരുമാനം അതേപോലെ പ്രതിശീർഷ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ദേശീയ വരുമാനം ശാസ്ത്രീയമായിട്ട് കണക്കാക്കിയ വ്യക്തിയാണ് അത് VKRV റാവു എന്നുള്ള വ്യക്തി. VKRV റാവു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താ, 19ാമത്തെ ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നതിൽ ശരിയായ പ്രസ്താവന ഇത്. നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പൊളിറ്റുമായിട്ട് ബന്ധപ്പെട്ട കേട്ടോ. 73ാം ഭേദഗതി പഞ്ചായത്ത് രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടുള്ളതാണ്, ശരിയാണ്. പിന്നെന്താ, 74ാം ഭേദഗതി നഗരപാലിക സമ്പ്രദായവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്, അതും ശരിയാണ്. നെഹ്റു, അംബേദ്കർ തുടങ്ങിയവർ തദ്ദേശ സ്ഥാപനങ്ങളെ അനുകൂലിച്ചിരുന്നു, അത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ ഇതിൽ 1, 2 ആണ് എന്ത് ചെയ്യുന്നത്, ഇതിൽ ശരിയായിട്ടുള്ള ഓപ്ഷൻ D ആണ് വരിക, 1, 2. അപ്പോൾ പഞ്ചായത്ത് രാജൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അത് എന്ത് ചെയ്യണം, നന്നായിട്ട് തന്നെ നോക്കണം. മെയിൻ ആയിട്ട് ഇതിൽ ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. ഒന്ന്, ആദ്യമായിട്ട് ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്ന ആദ്യത്തെ സ്റ്റേറ്റ് ഏതാ, രാജസ്ഥാനിലാണ്. രാജസ്ഥാനിൽ തന്നെ നാഗൂർ ജില്ലയിലാണ് എന്ത് ചെയ്യുന്നത്, ആദ്യമായിട്ട് പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വരുന്നത്. ഇനി ജവഹർലാൽ നെഹ്റു പഞ്ചായത്ത് രാജ് ഉദ്ഘാടനം ചെയ്തത്, ഈ ഒരു സ്ഥലത്ത് ഉദ്ഘാടനം ചെയ്ത് 1959 ഇത് ഒക്ടോബർ 2, 1959 ഒക്ടോബർ 2 ഉദ്ഘാടനം ചെയ്യുന്നത്. ഇനി 73ാം ഭേദഗതി 74ാം ഭേദഗതിയും നമ്മൾ ഓൾറെഡി പറഞ്ഞു പഞ്ചായത്ത് രാജുമായിട്ട് ബന്ധപ്പെട്ടാണ്. 73ാമത്തെ ഭേദഗതി പ്രകാരം എന്താണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കുറഞ്ഞത് 1/3 സീറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾക്കായിട്ട് സംവരണം ചെയ്തിട്ടുണ്ട്. ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്തിട്ടത് കേട്ടോ. അപ്പൊ എന്നാൽ കേരളം ഉൾപ്പെടെയുള്ള ഒട്ടുമിക്ക സംസ്ഥാനങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ വനിതാ പ്രാതിനിധ്യം 50% ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. അപ്പൊ 1/3 73ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം 1/3 സംവരണം ചെയ്തിട്ടുണ്ട്.
കേരളം പക്ഷെ അത് എന്ത് ചെയ്യുന്നുണ്ട് 1/2 അതായത് 50% ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി പഞ്ചായത്തുകളുടെ രൂപീകരണമായിട്ട് ബന്ധപ്പെട്ട പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 40 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 40. അതേപോലെ പ്രാദേശിക ഗവൺമെന്റുകളെ ശക്തിപ്പെടുത്തുക, രാജ്യത്തുടനീളമുള്ള എല്ലാ തദ്ദേശ ഗവൺമെന്റുകളുടെ ഘടനയിലും പ്രവർത്തനത്തിലും ഒരു ഏകീകൃത സ്വഭാവം ഉറപ്പുവരുത്തുക എന്നീ ലക്ഷ്യങ്ങൾ ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളാണ് ഇതൊക്കെ 73, 74 വരുന്നത്. ഇനി പഞ്ചായത്ത് രാജ് ഭരണഘടനയുടെ സാധുത നൽകിയത് 73ാം ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞു. അത് ഏത് ഇയർ ആണ്? 1992 ആണ് കേട്ടോ. മറന്നു വരുന്നത്. പാർട്ട് 9 ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാർട്ട് 9 പാർട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന പട്ടികയല്ല കേട്ടോ, മറന്നുകൊണ്ടേ. ഇത് പാർട്ട് 9 വരുന്നത്. ഇനി 1993 ഏപ്രിൽ 24 പഞ്ചായത്ത് രാജ് എന്ത് ചെയ്യുന്നു? നിയമം നിലവിൽ വന്നു. ഇന്ത്യയിൽ നിലവിൽ വന്ന കാര്യമാണ് പറയുന്നത്, കേരളത്തിലല്ല. 1993 ഏപ്രിൽ 24 ഇന്ത്യയിൽ പഞ്ചായത്ത് രാജ് നിയമം നിലവിൽ വന്നു. അതുകൊണ്ട് തന്നെ ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്നറിയപ്പെടുന്നത് ഏതാ? ഏപ്രിൽ 24 ദേശീയ പഞ്ചായത്ത് രാജ് ദിനം എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ ആ പോയിന്റുകൾ കൂടി എന്ത് ചെയ്യുക, അവിടെ ഓർത്തുക്കുക. ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ്. മിക്കവാറും ഒട്ടുമിക്ക എക്സാമ്പിളിലൊക്കെ ചോദിക്കാറുള്ളതാണ്. പഞ്ചായത്ത് രാജ് ഇത്രയൊന്നല്ല കേട്ടോ, ഇനി നമുക്ക് ഒത്തിരി വരാണ്ട്. എന്നാൽ 20ാമത്തെ ക്വസ്റ്റ്യനും പഞ്ചായത്ത് രാജ് തന്നെ ബന്ധപ്പെട്ടാണ് പിന്നെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, 73ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. ഒന്നാമത്തെ എന്താ? ത്രിതല ഭരണ സമ്പ്രദായം പ്രാദേശിക തലത്തിൽ പ്രദാനം ചെയ്യുന്നു. ശരിയാണ്. ജില്ലാ പഞ്ചായത്താണ് മേൽഘടകം അല്ലെ. ഏറ്റവും മേലെ ഉള്ളത് 3 ടയർ സിസ്റ്റത്തിൽ ഏറ്റവും മേലെ ഉള്ളത് ഏതാ? ജില്ലാ പഞ്ചായത്താണ്. പിന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും ത്രിതല തദ്ദേശ സംവരണ സംവിധാനം അത്യന്താപേക്ഷിതമാണ്. അത് തെറ്റാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും ഇല്ല. ഇപ്പം തന്നെ ഓൾറെഡി ഇല്ലതാണ് ചില സംസ്ഥാനങ്ങളിൽ. അത് ഞാൻ പറയാം. അപ്പോൾ 1, 2 ആണ് ഇതിലെ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഏതാണ്? എ ആണ്. ഓപ്ഷൻ എ ആണ് ഇതിലെ ശരി എന്ന് പറയുന്നത്. ഇനി അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് നോക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്ന ഏത് കമ്മീഷനാ? സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അത് മറന്നുകൊണ്ട. തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന് വെച്ചാൽ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് കേട്ടോ. LSG എന്ന് പറയും. LSG. അപ്പോൾ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. ഇനി എത്ര വർഷം കൂടുമ്പോഴാ? 5 വർഷം കൂടുമ്പോഴാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇനി കേരളത്തിൽ അധികാര വികേന്ദ്രീകരണത്തെ കുറിച്ച് പഠിക്കാൻ നിയോഗിക്കപ്പെട്ട കമ്മിറ്റിയാണ് ഏത്? സെൻ കമ്മിറ്റി. ഓക്കെ, സെൻ കമ്മിറ്റി കേട്ടോ. അത് മറന്നുകൊണ്ടേ. സെൻ കമ്മിറ്റിയാണ്. ഇനി പഞ്ചായത്ത് രാജ് നിയമം ബാധകമല്ലാത്ത സംസ്ഥാനങ്ങളാണ് ഇത് 3: നാഗാലാൻഡ്, മേഘാലയ, മിസോറാം. ഓക്കെ, അത് ഒന്ന് ഓർത്തോക്കണം. ഇനി ഭരണഘടനയുടെ ഏത് അനുച്ഛേദം മുതലാ പറയുന്നത്? 243 മുതൽ 243 വരെയാണ് എന്ത് ചെയ്യുന്നത്? പഞ്ചായത്ത് രാജിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ. ഇനി അടുത്തത് സംസ്ഥാനങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റിന്റെ ധനസ്ഥിതി പരിശോധിക്കുന്നത് സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ് കേട്ടോ. അപ്പൊ ഈ ലോക്കൽ സെൽഫ് ഗവൺമെന്റിലൊക്കെ എന്ത് ചെയ്യുന്നത്? ഓഡിറ്റ് ചെയ്യേണ്ടി വരില്ല. എന്തൊക്കെ അവിടുത്തെ ധനകാര്യ സ്ഥിതികളൊക്കെ ചെക്ക് ചെയ്യുന്നതൊക്കെ ആര് തന്നെയാണ്? ഈ സംസ്ഥാന ധനകാര്യ കമ്മീഷനാണ്. ഇനി ഒരാൾക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്തിലേക്ക് മത്സരിക്കണം. അങ്ങനെ മത്സരിക്കണമെങ്കിൽ കുറഞ്ഞത് എത്ര പ്രായമാണോ? മിനിമം 21 വയസ്സ് പ്രായമാണോ അങ്ങനെ മത്സരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് 20 ക്വസ്റ്റ്യൻ ആയിട്ടുണ്ട്. 21 മുതൽ 30 ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്തൊരു സെഷനിലായിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഫുൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ടെലഗ്രാമിൽ നിന്ന് എടുക്കട്ടോ. ടെലഗ്രാമിൽ നിന്ന് നോക്കിയിട്ട് എടുക്കുക. അതിൽ ഏറ്റവും ലാസ്റ്റ് പേജിൽ ഉണ്ടാവും. ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് പേജിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഇന്നത്തെ സെഷൻ നിർത്തുവാണ്. ഓക്കെ, ബൈ.